ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ അത് 2 പഴം കൊണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് പഴം 2 എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം പാകായ പഴം വേണം. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം അണ്ടിപ്പരിപ്പ് പീസാക്കി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായി ഒന്ന് വറുത്ത ശേഷം അതിലേക്ക് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ചിരവിയത് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാതും നന്നായി ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോയത് അപ്പം അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വലിയ ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചത് നോൺ സ്റ്റിക്കിൻ്റെ അത് പോയിരിക്കണം, അപ്പം അതുകൊണ്ടാണ്. എന്നിട്ട് പകുതി മിക്സിയിലുള്ളത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചതില്ലേ, അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ വെച്ച് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അത് എല്ലായിടത്തേക്കും ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതാ പഴം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും എല്ലായിടത്തേക്കും 1 ടീസ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓണാക്കി വെച്ചിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ എല്ലായിടത്തേക്കും ആക്കിയ ശേഷം അതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈത്തപ്പഴം കഷ്ണങ്ങളാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല രുചിയാണ്. അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് വെന്ത ശേഷം കഴിക്കാൻ. അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. വെറുതെ കഴിക്കാനും നല്ല രുചി തന്നെയാണ്. ഞാൻ മുൻപ് പഴം കൊണ്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.